ജനനായകൻ ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് 3 വർഷം തികയുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖത്തെയും ഭരണശൈലിയെയും അനുസ്മരിച്ച് കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി, ഷബീർ അലി വാക്കയിൽ, ബാബുമണി, കെ ഗോപാലകൃഷ്ണൻ, എൻ കെ ഹമീദാജി, എം പി വിജയകുമാർ, ഇന്ത്യാസ് ബാബു, കൃഷ്ണൻ മാസ്റ്റർ, ഖാദർ വാടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിൻ്റെ ഓർമ്മകൾ സമകാലിക കോൺഗ്രസിൻ്റെ മേൽവിലാസം കൂടിയാണെന്നും മരണശേഷവും ലക്ഷക്കണക്കായ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ്റെ ഓർമ്മദിനം അത്രമേൽ വൈകാരികമാണ് എന്നും ചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിച്ചു. സമാനതകളില്ലാതെ ക്രൂരമായി വേട്ടയാടപ്പെട്ടപ്പോഴും പരാതിയോ പരിഭവമോ കൂടാതെ കോൺഗ്രസിനെ നയിച്ച ഉമ്മൻചാണ്ടി എന്ന മഹാവ്യക്തിത്വം പൊതുപ്രവർത്തനത്തിൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ അനുസ്മരണ ദിനത്തിൽ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതെന്നും പ്രാസംഗികർ അനുസ്മരിച്ചു. കേരളത്തിൻ്റെ വികസന ഭൂമികയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി എന്നത് വെറുമൊരു രാഷ്ട്രീയക്കാരൻ്റെ പേരല്ല, മറിച്ച് അതൊരു ജനകീയ സംസ്കാരമാണ്. സമയപരിധികളില്ലാതെ ജനങ്ങൾക്കായി മാറ്റിവെച്ച ആ ജീവിതം ഏതൊരു പൊതുപ്രവർത്തകനും ഒരു പാഠപുസ്തകമാണ്. ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, കേരളത്തിന്റെ വികസന നായകന് മുമ്പിൽ ആദരവോടെ പ്രണാമത്തോടെ കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി സ്മരണാഞ്ജലികൾ അർപ്പിച്ചു. ജനകീയ മുഖ്യമന്ത്രി എങ്ങനെ ആവണമെന്നതൊക്കെ നമുക്ക് കണ്ടതാണ്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിമിഷങ്ങൾ കൊണ്ട് തീരുമാനം എടുപ്പിച്ചിരുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് നമ്മുടെ സെബിയർ ഒരിക്കലത്തെ പോലെ തന്നെ ഒരു 10-12 ടോപ്പ് ലൈസൻസുമായി നമ്മളോട് നേതാക്കന്മാരൊക്കെ പോയപ്പോൾ ഹുസൈന് മാത്രമാണ് ഓടിട്ട് കൈ കൊടുത്തത്. അന്ന് അതായത് ആ ഇതിന് പദ്ധതി ജനസമ്പർക്ക പരിപാടിയിൽ ഹുസൈന് കൊണ്ടുപോയി കൊടുത്തതിന് അപ്പത്തിന് ഓടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലം ഞാനും അമീറായി ഹൈദരാബാദിന്റെ ഒക്കെ പോയി. പിന്നെ അന്ന് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, ആര്യാണ്ടത്ത് പോയിട്ടുണ്ട്, പല നേതാക്കളും നമ്മളെ അടക്കം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരു നേതാവിനെ നമുക്ക് ഇനി കിട്ടും. അത്രയും ജനകീയനായ ഒരാള്. ഇവിടെ നമ്മളെല്ലാവരും സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ഒരു ഓഫീസിൽ പോയാൽ അദ്ദേഹത്തെ പിന്നെ മറക്കില്ല. ആ രീതിയിലായിരുന്നു ഇടപെടലുകളും സംസാരങ്ങളും പ്രവർത്തിക്കും. ആരെ വിളിക്കാൻ പറഞ്ഞാലും നേരിട്ട് വിളിക്കും. SP വിളിക്കാൻ പറഞ്ഞാൽ അത് വിളിക്കും, SI വിളിക്കാൻ പറഞ്ഞാൽ അത് വിളിക്കും. നമ്മുടെയൊക്കെ നേതാക്കള് എന്ന് പറഞ്ഞാൽ SP താഴെ ആരെയും വിളിക്കില്ല. ഇതാരെ വിളിക്കാനും ആരോട് പറയാനും ഒരു ഇതുമില്ലാതെ വിളിക്കും. നമ്മുടെ കാര്യങ്ങൾ നടത്തി തന്നിട്ടേ ഒരുപാട് അനുഭവങ്ങളുണ്ട്. രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ഇന്നും അത് അനുവർത്തിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിക്ക് ഗിന്നസ് ബുക്കിൽ പേര് വന്നപ്പോൾ പലരും അതൊരു നിസ്സാര കാര്യമാക്കി വ്യാഖ്യാനിച്ചിട്ട് തുടർന്ന് നമ്മളെ കഴിഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ബസ്സും സംഘടിപ്പിച്ച്, ആകെ 3 സ്റ്റെപ്പുള്ള ഒരു ബസ്സാണ്, അതിലും കൂടി ലിഫ്റ്റ് ഏർപ്പെടുത്തി സർവ്വ മന്ത്രിമാരെയും എല്ലാ ഭാഗത്തൊക്കെ കൊണ്ടുപോയി അവർക്ക് ആ പേര് കിട്ടണമെന്ന് എഴുതിയിട്ട് പ്രവർത്തിച്ചു. പക്ഷെ ജനം അവജ്ഞയോടുകൂടിയാണ് അവർ തള്ളിയത്. സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിലും ഒക്കെ ചെന്നാൽ പടിക്ക് പുറത്താക്കുന്ന ആ മുഖ്യമന്ത്രി ജനങ്ങളെ കാണാൻ ചെന്നപ്പോൾ ജനങ്ങൾ ആ രൂപത്തിലാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ രക്ഷാദൗത്യങ്ങളൊക്കെ ഉണ്ടായത്. നമ്മളെ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ കുറെ പരിക്ക് പറ്റേണ്ടിയൊക്കെ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജനഹൃദയങ്ങളിൽ ജീവിക്കണമെങ്കിൽ നിസ്വാർത്ഥ പ്രവർത്തനമാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്ര വൈകിയാണെങ്കിലും അത് കേൾക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും പൊതുപ്രവർത്തകർ തയ്യാറാണ്. അപ്പോഴേ ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം ഉണ്ടാവും. അദ്ദേഹം അവിടെ പള്ളിയിൽ ഓർത്തഡോക്സ് പള്ളി, അദ്ദേഹത്തിന്റെ ഇടവക ഉൾപ്പെടുന്ന പള്ളിയിൽ ആ എല്ലാവരും തിക്കിത്തിരക്കി അതിൻ്റെ ഉള്ളില് ആ ആൾക്കാരൻ്റെ ഒക്കെ പരിസരത്തൊക്കെ തിക്കിത്തിരക്കി കേമന്മാരായിട്ട് ഇരിക്കുമ്പോഴും നമുക്കറിയാം മരിച്ചതിന് ശേഷം ഉണ്ടായതും നടന്നതെല്ലാം നമുക്കറിയാം. ജനസമ്പർക്ക പരിപാടികളൊക്കെ നമ്മുടെ മലപ്പുറത്തൊക്കെ കണ്ടതാണ്. എത്രയോ ദിവസം എന്ന് പറയുമ്പോൾ നേരം എടുത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളമില്ലാതെ നിന്ന് ആൾക്കാരുടെ ഇടയിൽ കൂടി ആ ഒരു സമ്പർക്കം, അത് തന്നെയാണ് സമ്പർക്കത്തിന്റെ മെയിൻ.
കാരണം നമുക്കറിയാം അയാൾ ആ നൃത്തം ജനങ്ങൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ 3-4 തവണ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. അത് അയാൾ വേണ്ടിയിട്ടാണ് പോയത്. പിന്നീട് എൻ്റെ സ്വന്തം നിലയ്ക്ക് തന്നെ ഞാൻ പലതവണ പോയിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ അദ്ദേഹം സ്റ്റേറ്റ് ഒരിക്കലും ഇരുന്നേ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കാണാപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് വലിയ ഹാളും പിന്നെ അങ്ങനെ 1-2 ഓഫീസുള്ള അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അതില് പിന്നെ അയാൾ ഫുള്ളായിട്ട് ആ വനാന്തിയിലായിരിക്കും, പുറത്തായിരിക്കും. നമ്മൾ എന്നാൽ നമുക്കും ഈ ഫയലിൽ വെച്ച് നമുക്കൊരു പിന്നാലെ നടക്കും. 2016 കാലഘട്ടത്തിൽ 72 സീറ്റുമായി ആണ് അധികാരം. നമുക്കറിയാം 102 സീറ്റ് അഭിപ്രായത്തിൽ ചില സമയത്ത് 72 സീറ്റുമായി വരുന്നു. CPM-ന്റെ MLA അടക്കം രാജിവെപ്പിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് MLA ആക്കിയാണ്. അങ്ങനെ മന്ത്രിസഭയുടെ നെട്ടുറപ്പ് വലുതാൻ കീഴിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രദേശത്ത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മളുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിൽക്കുന്നതിന് പാവങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്ര വളരെ ഇതായിട്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ വീട്ടിൽ വെച്ച് അദ്ദേഹം കിടക്കണം പറഞ്ഞപ്പോൾ കിടന്നപ്പോൾ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. പക്ഷെ ഉറങ്ങിയൊന്നുമില്ല അദ്ദേഹം. ഇങ്ങനെയൊക്കെ നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിന്റെ യോഗം നമുക്ക് പാർട്ടിക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ വലിയ നഷ്ടം തന്നെയാണ്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. മുഞ്ഞാലി സാറോടെ കരുവാറിൽ വന്നപ്പോൾ ബാബുവിന്റെ വീട്ടിലാണ്. ഞാൻ അന്ന് ഓർക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാബുവിന്റെ റൂമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ കരുവാട് സ്കൂളിൽ നിന്ന് കുട്ടികളെ വിട്ടിട്ട് കുട്ടികളിങ്ങനെ ജനൽക്കൂടി വന്ന് പാടുകയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആ SC കോളനിയിലെ കുറെ ആളുകൾ വന്നു നോക്കി. അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് നിർത്തി വെച്ച് മുറ്റത്തിറങ്ങി. എന്താ പ്രശ്നം എന്ന് വെച്ചു. കുട്ടികൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിനെ കാണണം. മുഖ്യമന്ത്രിനെ കണ്ടോ വെച്ചു. കണ്ടോ ഇനി എന്ത് വേണം വെച്ചു. ഫോട്ടോ എടുക്കണം. ആ കുട്ടികളെ കൂടെ ഫോട്ടോ എടുക്കാനും ആ SC വിഭാഗത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാനും അദ്ദേഹം നിന്ന് കൊടുത്തു. അതിനൊക്കെ വഴങ്ങി കൊടുത്താണ് അദ്ദേഹം പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയത്. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകം അന്വേഷിച്ചു ഇവിടെ കൂടിയ ആളുകൾ മുഴുവൻ ഭക്ഷണം കഴിച്ചു. ഞാൻ അപ്പോഴും അത് ആലോചിക്കുകയാണ്. അപ്പൊ അത്രത്തോളം ജനകീയനായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവരും ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നു. ഉമ്മൻചാണ്ടിന്റെ തന്നെ ഒരു അനുഭവത്തില് ഞാനൊരിക്കൽ അനുഭവം കേട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആൾക്കൂട്ടമില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. അത് നോക്കൂ, ഒരു നേതാവ്, ചില നേതാവ് ഇപ്പൊ പിണറായിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും അടുത്ത് തൊടാൻ പറ്റില്ല, തട്ടിക്കളി. അങ്ങനത്തെ ഒരാളാണ് നമുക്ക് അപ്പുറത്ത് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി, ആൾക്കൂട്ടമില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ്. ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എന്തുണ്ടാകുന്നത്, ആത്മധൈര്യം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ഒരു നേതാവ് ഇന്ത്യയിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ ഉമ്മൻചാണ്ടിയായിരുന്നു. നമുക്കറിയാം, എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പോക്കറ്റിൽ ചെറിയ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും, ചെറുത്, വളരെ ചെറിയൊരു നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്കിലാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ മുഴുവൻ അദ്ദേഹം കുത്തിക്കുറിച്ച് വെക്കരുത്. ഓരോ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയുന്ന കാര്യമൊന്നുമില്ല. 12 ലക്ഷം ആൾക്കാരെയാണ് അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയിലൂടെ കണ്ടത്. 12 ലക്ഷം ആളുകൾ. ഏത് മുഖ്യമന്ത്രിക്ക് കാണാൻ കഴിയും? ഏത് നേതാവിന് കാണാൻ കഴിയും? ആരെക്കൂടെയും പറ്റുന്ന ഒരു കാര്യമാണ്. 12 ലക്ഷം ആളുകളെ കണ്ടു പറഞ്ഞാൽ 12 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളായിരുന്ന ആളുകൾക്കുള്ള കാരുണ്യ, അതിൻ്റെയൊക്കെ ആ ഒരു ഇത് എത്രയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അമ്മയുടെ കുട്ടിക്ക് വളരെയധികം പ്രയാസമായിരുന്നു. തൊണ്ടയ്ക്കും ദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ചികിത്സ ചിലവൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആ അമ്മ ഉമ്മൻചാണ്ടിക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു 15 സ്വരത്തിൽ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ വേദനയോടുകൂടി ആ അമ്മ ആ ഉമ്മൻചാണ്ടിയോട് കാര്യം പറയുന്നു. എൻ്റെ മകന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ ഇവിടെ എന്തോ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറയും. അങ്ങനെ അപ്പൊ തന്നെ അദ്ദേഹം ആ ഒരു പൈസ അടയ്ക്കാൻ കഴിയായിട്ടാണ്, ഏതോ ഹോസ്പിറ്റൽ ഫീസ് അതിൽ ചികിത്സ പൈസ അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെയാണ് സംഘടനത്തിൽ വിളിക്കുന്നത്. അത് കേട്ട് ഉമ്മൻചാണ്ടി ആ സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. ആ സമയത്ത് തന്നെ അവരെന്നെ പിന്നീട് ഹോസ്പിറ്റലുകാർ ഇവരെ വിളിക്കുകയാണ്, ഈ അമ്മേനെ വിളിക്കുകയാണ്.
ഇങ്ങനെ ഞങ്ങൾ ഉമ്മൻചാണ്ടി വിളിച്ചിരുന്നു, സാർ വിളിച്ചിരുന്നു, അതുകൊണ്ട് ഇന്ന അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ നടത്താം എന്ന് പറയാം. അപ്പോൾ ഒരു സാധാരണ ഒരു ഫോൺ വിളിയിൽ പോലും ഇത്ര മനസ്സിലാവുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല അതൊരു ഇടതുപക്ഷ ചിന്താഗതിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടില്ല നിങ്ങൾ ഏത് പാർട്ടിയാണ്, ആരാണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് ചിന്തിക്കുന്നതാണ്, ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ഒന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു സർക്കിൾ മാത്രം അവർ ഉമ്മൻചാണ്ടി ആ ചികിത്സയിലുള്ള ഫണ്ട് അപ്പം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവർക്ക് പറയാനുള്ളൂ,